എന്തായി? നേരത്തെ കഴിഞ്ഞോ? മൊത്തം കലങ്ങേടി. കലങ്ങിയോ? ചേട്ടനോടെ? വരുന്ന വഴി ക്ലബിൽ കയറി. ഹലോ, പറഞ്ഞു. അപ്പൊ കലങ്ങിയത് തന്നെ. ചേട്ടത്തെ വിളിക്ക്. ഞാനിപ്പോ വിളിച്ചോണ്ടരാം. വണ്ടി ഒന്ന് ഒതുക്കിയിട്ടേ. നമ്മുടെ പ്രസന്റേഷന്റെ കുഴപ്പമൊന്നും അല്ല അത്. ക്ലയന്റ്സ് പ്രതീക്ഷിച്ചതേ 2 ടീമിന്റെയും ഡിസൈനേഴ്സ് വരുമെന്നല്ലേ. നമ്മളെ അങ്ങനെ ആയിരുന്നല്ലോ അറിയിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ മാത്രമാവുമ്പോ അവർ ഓക്കെ പറയേണ്ടതല്ലേ. പക്ഷെ ആ വണ്ടർ ത്രെഡിന്റെ GM ആള് ശരിയല്ലേ. അയാൾ ആ മീറ്റിംഗിൽ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു സിദ്ധുവിന്റെ പ്രസന്റേഷൻ കൂടി നോക്കിയിട്ട് ഡിസിഷൻ എടുക്കാന്ന്. ഞങ്ങൾ ആ അപർണയ്ക്കിട്ട് പണി കൊടുത്തതാ. അവക്ക് പ്രസന്റേഷന് വരാനും പറ്റിയില്ല. എല്ലാം നമുക്ക് അനുകൂലമായിരുന്നു. പക്ഷെ അവരുടെ ആ GM ഇല്ലേ, അയാളാ കുഴപ്പമായത്. ശരി, ഞാൻ എന്തായാലും വിളിക്കാം. ഓക്കെ. അങ്ങനെ അടച്ചാക്ഷേപിക്കൊന്നും വേണ്ട. സിദ്ധുവാ കുളം തോണ്ടിയത്. സിദ്ധുവേട്ടന് പറയുന്ന എന്തിനാ? ആ അപർണയല്ലേ സിദ്ധുവേട്ടനെ കൂടെ ചതിച്ചത്. മമ്മി, അവള് ഡിസൈൻ അയച്ചു കൊടുത്തൂല, കമ്പനിയിലൊട്ട് വന്നൂല്ല. പാവ സിദ്ധുവേട്ടൻ ഇന്നലെ മുതൽ കിടന്ന് വിളിക്കുന്നതാ. ഈ നിമിഷം വരെ അവള് ഫോൺ എടുത്തിട്ടില്ല. ഭയങ്കര ടാലന്റ് ഉള്ള കുട്ടിയെന്നും പറഞ്ഞ് വിളിച്ചോണ്ട് വന്നല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ടാലന്റുകൾ സഹിക്കേണ്ടി വരും. അപ്പൊ പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പ്രസന്റേഷൻ എന്തായി? അത് നടന്നില്ലേ? നടന്നോന്ന് ചോദിച്ചാൽ നടന്നു. പക്ഷേ സിദ്ധുവിന്റെ നടക്കാതെ പോയ പ്രസന്റേഷനും ഇവര് നടത്തിയ പ്രസന്റേഷനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല. അതെന്താ? വണ്ടർ ത്രെഡിന്റെ MDയും GM ഒക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ പ്രസന്റേഷനെ സബ്സ്റ്റാൻഡേർഡ് ആണെന്നും പറഞ്ഞ് അവരങ്ങ് ഇറങ്ങിപ്പോയി. അത്രയ്ക്ക് മോശമൊന്നും ആയിരുന്നില്ല, ആവറേജ്. സിദ്ധുവിനെ വെച്ച് നോക്കുമ്പോഴേ ഞങ്ങൾക്ക് എത്ര ദിവസം വർക്ക് ചെയ്യാൻ കിട്ടിയെന്ന് കൂടി ആലോചിക്കണമായിരുന്നു. സിദ്ധുവേട്ടന്റെ ടീമിന്റെ പ്രസന്റേഷൻ നടക്കില്ലെന്ന് അറിഞ്ഞപ്പോഴേ പപ്പ ഡെസ്പായി. അതുകൊണ്ട് സംഭവിച്ചതാ. മൂഡ് ഓഫ് ആയതിനാലേ ഞങ്ങളുടെ ഡിസൈൻസ് ഒന്നും ശ്രദ്ധിക്കാനും പറ്റിയില്ല. എന്തായാലും രണ്ടുപേരും കൂടി ചേട്ടനെ നട്ടുച്ചയ്ക്ക് ക്ലബിൽ എത്തിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ എത്ര കഷ്ടപ്പെട്ടാലും നല്ലൊരു വാക്ക് ഇവിടെ ആരുടെയും വായിന്ന് വീഴത്തില്ല. ഇങ്ങോട്ട് വാടി. അതെ ചേട്ടത്തി, സത്യം പറയാമല്ലോ, എവരുടെ ഡിസൈൻ കണ്ടപ്പോഴേ പണ്ട് അങ്ങാടി സിനിമ ഉണ്ടായിരുന്നല്ലോ, അതിലെ പാട്ടുണ്ട്. ഈ നിനക്ക് ഓർമ്മയില്ലോടി? ഏത് പാട്ട്? നമ്മുടെ സീമ ചേച്ചി ജയന്റെ കയ്യിൽ പിടിച്ചിങ്ങനെ സ്ലോ മോഷനിൽ ഓടി വന്നില്ലേ? അന്നേരം ഇട്ടിരുന്ന ഒരു ചുമന്ന മാക്സി ഉണ്ടല്ലോ, അതാ എനിക്ക് ഓർമ്മ വന്നേ. അതുകൊണ്ട് വല്ലതും ക്ലയന്റിന്റെ അടുത്ത് ചെല്ലാൻ പറ്റുമോ? ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? അവര് പറഞ്ഞതേ സിദ്ധുവിന്റെ ഡിസൈൻ കൂടി വന്നിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്ന. ഇനിയിപ്പം വലിയ പ്രതീക്ഷയൊന്നും വയ്ക്കണ്ട. മരുമോള് ഓഫീസ് ചുമതല ഏൽപ്പിച്ചപ്പോഴേ കാര്യങ്ങളൊക്കെ ഒരു വഴിക്കാവുന്ന കണ്ടോ? മൂത്തനെ ഇളയതിനും കൂടെ തെറ്റിച്ചു. ഇപ്പൊ അതാ ഓഫീസിൽ വരെ ഗ്രൂപ്പ് ഉണ്ടാക്കി. അവസാനം എന്തായി? വന്ന ക്ലയന്റ് ഇറങ്ങി പോവുകയും ചെയ്തു. അതുകൊണ്ട് ചേട്ടത്തി ഒരു കാര്യം ചെയ്യണം, മൂത്ത മോനെങ്കിൽ തിരിച്ചു വിളിക്കണം. ഞാനും ഇത് പറയാൻ തുടങ്ങുകയായിരുന്നു ചേട്ടത്തി. ചേട്ടൻ ക്ലബിലോട്ട് ഇറങ്ങിയപ്പോഴേ എന്റെ ചെവി പറഞ്ഞു അവനെ ഇങ്ങ് വിളിക്കുന്നതാ നല്ലതെന്ന്. ചേട്ടത്തെ വിളിച്ചിങ്ങി പോരാൻ പറ. എന്തായാലും പപ്പ വരട്ടെ, ഞങ്ങളൊന്ന് സംസാരിക്കാം. അതെ, നിങ്ങൾ ഇനി വന്നേ. നിങ്ങൾ എന്ത് പരിപാടിയാ കാണിച്ചേ? ഈ അവസരം നേരെ ഉപയോഗിക്കണ്ടേ? ഇടിച്ചങ്ങ് കേറണമായിരുന്നു. എടീ, ഇത് കള്ള് കച്ചവടം അല്ല, ഈ തുണി കച്ചവടം എന്ന് പറയുന്നത്. അവസാനം തുണിയും മണിയും ഇല്ലാതെ ജീവിക്കേണ്ടി വരും നിങ്ങൾക്ക്. ഇത് കൊടുത്തുന്നോ, അവിടെ ഇരുന്നോ.
സിദ്ധു സർ, അപർണയുടെ വീട്ടിൽ പോയി അന്വേഷിച്ചായിരുന്നു അല്ലേ? കൂട്ടിക്കൊണ്ടുവരാനും നോക്കി, ശരിയല്ലേ? നിനക്കെന്താ വേണ്ടേ? കണ്ട ദിവസം തന്നെ എനിക്ക് അറിയായിരുന്നു അവൾ സ്ട്രെയിറ്റ് അല്ല, കുഴപ്പക്കാരിയാണെന്ന്. ഇനി ഇതിനേക്കാൾ വലിയ പണി സിദ്ധു സാറിന് കിട്ടാനില്ലല്ലോ. മാഷേ, ഇനിയെങ്കിലും ബാക്കിയുള്ളവർ പറയുന്നതേ കുറച്ചെങ്കിലും ഒന്ന് കേക്ക്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന ഈ പറഞ്ഞ 3 ദിവസത്തിനുള്ളിൽ വണ്ടർ ത്രെഡ്സുമായിട്ടുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യിക്കാൻ പറ്റും. ഈ 3 ദിവസത്തിനു മുമ്പ് ഞാൻ ആ എഗ്രിമെന്റ് സൈൻ ചെയ്യും. നിന്റെ ഉൾപ്പെടെ വേറെ ആരുടെയും സഹായമില്ലാതെ. മോളെ, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ മറ്റുള്ളവർക്ക് പറ്റണമെന്നില്ല. നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊന്നും ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതത്ര പെട്ടെന്ന് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകത്തുമില്ല. പക്ഷെ മറ്റുള്ളവരുടെ നോട്ടത്തിൽ ഇതൊക്കെ നമ്മുടെ മാത്രം കാര്യങ്ങളാ. അതുമൂലം മറ്റുള്ളവർക്കുണ്ടാവുന്ന നഷ്ടങ്ങളെ അവര് സഹിക്കണമെന്നില്ല. ഇതൊക്കെ മനസ്സിൽ നിന്ന് വിട്ട് സ്വസ്ഥമായി ജോലിയിൽ ശ്രദ്ധിക്കാൻ നോക്ക്. ഇനി അതല്ലേ വേണ്ടത്. ജോലിസ്ഥലത്ത് യാതൊരു കുറവും വരാൻ പാടില്ല, പ്രത്യേകിച്ചും മോളുടെ അശ്രദ്ധ കൊണ്ട്. മോൾ അറിഞ്ഞോണ്ട് അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ആമിക്ക് നല്ല ബോധ്യമുണ്ട്. മോളെ, നിന്റെ സൗകര്യവും അസൗകര്യമൊന്നും കമ്പനിക്കാരെ അംഗീകരിക്കണമെന്നില്ല. നീ അവിടുത്തെ ഒരു സ്റ്റാഫാ. നീ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് വിശ്വാസമുണ്ട്, അതിന് അംഗീകാരമുണ്ട്. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ കമ്പനിക്ക് ദോഷം വരുന്ന കാര്യങ്ങള് മോള് കാരണം ഉണ്ടാവാൻ പാടില്ല. നീ ഒരാളുടെ കുഴപ്പം കൊണ്ട് ഇന്ന് എന്തെല്ലാം സംഭവിച്ചു. നിന്റെ ബോസിന്റെ ഇമേജ് വരെ പോയില്ലേ? അതിനൊക്കെ അപ്പുറത്ത് മോക്ക് മോളുടെ കഴിവ് തെളിയിക്കാനുള്ള ഒരു ചാൻസ് ആയിരുന്നില്ലേ? അത് നഷ്ടപ്പെട്ടു പോയില്ലേ? ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചിടത്തോളം, എന്റെ പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം എത്ര ക്രൂഷ്യൽ ആയിരുന്നു എനിക്ക് അറിയാമായിരുന്നു. എന്നിട്ട് എങ്ങനെ തനിക്ക് അത് ചെയ്യാൻ തോന്നിയോ? എല്ലാം എന്റെ തെറ്റാ. തന്നെ ഞാൻ അത്രയധികം വിശ്വസിച്ചു പോയി. താൻ എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന് ഞാൻ വെറുതെ സ്വപ്നം കണ്ടു. തന്നെ ഞാൻ എത്ര വട്ടം വിളിച്ചോ? ഒരിക്കലെങ്കിലും ഫോൺ എടുത്ത് ഒന്ന് റിപ്ലൈ ചെയ്തോടായിരുന്നു. ഇതൊക്കെ അവൾ ഒരാൾ കാരണം സംഭവിച്ച കാര്യങ്ങളല്ലേ മമ്മി? ഇതൊന്നും മനഃപൂർവ്വം ആയിരിക്കില്ലല്ലോ. ആണ് മമ്മി, മനഃപൂർവ്വ. ഒരാളും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇങ്ങനെ ചെയ്യത്തില്ല. എനിക്ക് എന്റെ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. എന്റെ പപ്പയുടെ മുമ്പിൽ, മറ്റ് സ്റ്റാഫുകളുടെ മുമ്പിൽ തല കുനിച്ചു നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. എത്ര പറഞ്ഞാലും അവളുടെ ബേസിക് ആറ്റിറ്റ്യൂഡിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അൺപ്രൊഫഷണൽ. മോനെ, അവളുടെ സാഹചര്യം കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കേ. സാഹചര്യോ? എന്ത് സാഹചര്യവും മമ്മി? അവളെന്താ നമ്മുടെ സാഹചര്യം മനസ്സിലാക്കാതെ? അവള് പറയുന്നതല്ല അതുപോലെ വിഴുങ്ങണോ? മമ്മി പറ. മോനെ, നീ പറയുന്നതൊക്കെ ശരിയാ. പക്ഷെ ആ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിക്ക. നീ അവളെ എന്തൊക്കെ പറഞ്ഞു? ആ കുട്ടിക്കത് എന്തുമാത്രം വിഷമം ഉണ്ടാക്കി കാണും. എന്റെ വിഷമം മനസ്സിലാക്കാത്തവളെ കുറിച്ച് ആലോചിച്ച് ഞാൻ എന്തിനാ വിഷമിക്കുന്നേ? പ്രൊഫഷന്റെ കാര്യത്തിൽ 100% ഇൻവോൾവ് ആയിട്ടാ ഞാൻ വർക്ക് ചെയ്യുന്നത്. എന്നിട്ടും എനിക്ക് എന്റെ റിസൾട്ട് കിട്ടുന്നില്ല. അത് മമ്മിക്കറിയാം, എല്ലാവർക്കും അറിയാം. അവളത് മനസ്സിലാക്കിയിട്ടുണ്ടെന്നാ ഞാൻ വിചാരിച്ചേ. മമ്മി, എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല.
എന്റെ എഫേർട്സ്, പ്ലാനിങ് എല്ലാം തകർത്ത് കളഞ്ഞല്ലേ അവള്. അവളെ തിരിച്ചു വിളിച്ച് ജോലി കൊടുത്താ ഞാൻ ചെയ്തത് തെറ്റ്. തെറ്റ് നിന്റെ ഭാഗത്താ. നിന്റെ ബോസ് നിന്നോട് ദേഷ്യപ്പെട്ടു എന്നത് നേരാ. പക്ഷെ മോളെ, അവർ നിന്നെ ഒരുപാട് വിശ്വസിച്ചു. ആ വിശ്വാസം തിരിച്ചു കൊടുക്കാൻ നിനക്ക് പറ്റിയോ? ഇല്ലല്ലോ. അത് തെറ്റല്ലേ മോളെ? മോൾ ആലോചിക്ക. നമുക്ക് എങ്ങനെ അവരെ കുറ്റം പറയാൻ പറ്റും? നിന്നെ അവരൊരു ഉത്തരവാദിത്തം വിശ്വസിച്ച് ഏൽപ്പിച്ചതല്ലേ? അത് നന്നായി പൂർത്തിയാക്കി കൊടുക്കേണ്ട കടമ നിന്റെ മാത്രമാ. നിന്റെ വീട്ടിലെ വിഷമവും സങ്കടവും ഒന്നും അതിനൊരു കാരണമാവരുത്. ഇന്നലെ തന്നെ അവർ ഡിസൈന് വേണ്ടി എത്ര തവണ വിളിച്ചു. എന്റെ കൂടെ ഇരിക്കുമ്പോഴല്ലേ ആ MD നിന്നെ വിളിച്ചത്. ഞാൻ നിർബന്ധിച്ചോണ്ടല്ലേ മോള് തിരിച്ചു വിളിച്ചത്. ഒരു മറുപടിക്ക് വേണ്ടി പാതിരാത്രി വരെ വിളിച്ചില്ലേ അവര്? ഒരാവശ്യം ഉണ്ടായിട്ടല്ലേ? ആ ആവശ്യം മോളോട് മനസ്സിലാക്കണ്ടേ? മോൾ അവരുടെ ഭാഗത്തുനിന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അവരെത്രമാത്രം ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. അവരുടെ കമ്പനിയിലെ ഏറ്റവും ജൂനിയറായ ഡിസൈനറാ മോള്. എന്നിട്ട് പോലും നിന്നെ ഇതുപോലൊരു പ്രോജക്റ്റ് ഏൽപ്പിച്ചപ്പോ അവർക്ക് നിന്റെ കഴിവിൽ എത്രമാത്രം വിശ്വാസമുണ്ടെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞാൻ ഇത്രയൊന്നും ആലോചിച്ചില്ല അമ്മി. ഞാൻ കാരണം സിദ്ധ സാറിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കാണും. പക്ഷെ എന്നിട്ടും അദ്ദേഹം എന്നെ അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. വന്നത് വന്നു. ഇനി നിന്റെ തെറ്റ് തിരുത്താനുള്ള സമയമാ. അവരുടെ വിശ്വാസം ശരിയാണെന്ന് നീ നിന്റെ ഡിസൈനുകൾ കൊണ്ട് തെളിയിക്കണം. ഇനി അതാ വേണ്ടത്. മോള് നാളെ നേരത്തെ തന്നെ ആ ഡിസൈനുമായി ഓഫീസിലേക്ക് പോ. എന്റെ മോക്ക് നല്ലതേ വരൂ. ഞാനേ കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കാം. വാ. പ്രഭേ, നീ അപർണയെ ചീഫ് ഡിസൈനറായി അപ്പോയിന്റ് ചെയ്തത് അവളുടെ കഴിവും എടുക്കും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയല്ലേ? അല്ലേ? ആണ് മമ്മി. അവളെക്കുറിച്ച് എനിക്കൊരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു അന്നു മുതൽ തന്നെ. വർക്ക് ചെയ്തു തുടങ്ങുമ്പോ അവൾ അതിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ ആ ധാരണ അവള് തന്നെ തെറ്റിച്ചു. എല്ലാ സമയത്തും എല്ലാവർക്കും എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുമോ? നിനക്ക് പറ്റുന്നുണ്ടോ? ഓരോരുത്തർക്കും അവരവരുടേതായ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ?
മോനെ, ആ കുട്ടിയുടെ ഇന്നലത്തെ മാനസികാവസ്ഥ ഞാനിരുന്ന് ആലോചിച്ചു. ഒരു പെണ്ണിന്റെ മനസ്സ് നിനക്കൊരു പക്ഷേ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷേ ഈ അമ്മയ്ക്ക് പറ്റും. മോനെ, ആ കുട്ടി ആയതുകൊണ്ടാ ആ അവസ്ഥയിൽ ഇങ്ങനെ പിടിച്ചു നിന്നത്. എന്തെല്ലാം പ്രശ്നങ്ങളാ അവൾക്ക് നേരിടേണ്ടി വന്നത്. നീ തന്നെ അവളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നീ കാരണം രക്ഷപ്പെട്ട ഒരു കുട്ടി. നിന്നോടുള്ള കടപ്പാടും നന്ദിയും മനസ്സിലുള്ളതുകൊണ്ടല്ലേ എന്തെല്ലാം ഓഫർ ഉണ്ടായിട്ടും അവള് നിന്റെ ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്തത്. അതിനെത്ര വയസ്സുണ്ട്? നീ ഒന്ന് ആലോചിച്ചേ. ഇത്ര ചെറുപ്പത്തിലെ ഒരു ജന്മം മുഴുവൻ അനുഭവിക്കേണ്ട വേദന അത് സഫർ ചെയ്ത് കഴിഞ്ഞു. വിവാഹത്തലേന്ന് കഴുത്തിൽ താലി വീഴുന്നതിന് മുൻപ് ആ ചെറുപ്പക്കാരനെ കുറിച്ച് അവൾ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടിരിക്കും. മരിച്ചുവെന്ന് കരുതിയിരുന്ന ഒരാളിന്റെ അതേ രൂപത്തെ പെട്ടെന്ന് എവിടെ കണ്ടാലും അവരെക്കുറിച്ചൊന്ന് ആലോചിക്കാതിരിക്കോ? വിഷമിക്കാതിരിക്കോ? നിന്റെ കൺമുൻപിൽ തന്നെയല്ലേ അവൾക്ക് ആ പയ്യനെ നഷ്ടപ്പെട്ടത്. അതിനുശേഷം ആരും കണ്ടിട്ടില്ല. മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും ആർക്കും അറിയില്ല. അപ്പൊ പിന്നെ എവിടെ കണ്ടാലും അത് അയാളാണെന്ന് തോന്നില്ലേ? ആ ഒരു മാനസികാവസ്ഥ മോൻ എന്താ ആലോചിക്കാത്തെ? എല്ലാം മറന്ന് അവളിങ്ങനെ ഓടി അലഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അവനെക്കുറിച്ച് എത്ര ആലോചിച്ച് വിഷമിക്കുന്നുണ്ടാവും ഇപ്പോഴും. ഇതെല്ലാം മാറ്റിവെച്ചിട്ടല്ലേ അവൾ നിനക്ക് വേണ്ടി വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പെൺകുട്ടിയോട് എന്റെ മോനൊന്ന് ക്ഷമിച്ചൂടെ? അത്ര വലിയ തെറ്റാണോ അവൾ നിന്നോട് ചെയ്തത്? മോനെ, ഒരവസരം കൂടി നീ അവൾക്ക് കൊടുക്കണം. അതാണതിന്റെ ശരിയും. നീ നോക്കിയോ, അവളുടെ മനസ്സൊന്ന് സ്റ്റേബിളായി കഴിഞ്ഞാൽ ഡ്രോയിങ് പേപ്പറിൽ മാജിക് കാണിക്കും. പെൻസിൽ കൊണ്ട് നിന്നെ അത്ഭുതപ്പെടുത്തും. മമ്മി പറയുന്നതല്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ ഭാഗത്തുനിന്ന് എനിക്കുണ്ടായ നഷ്ടത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. മമ്മി, മിസ്റ്റർ റോയുടെ കമ്പനി ഞാനായിട്ടാ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടുവന്നേ. പ്രസന്റേഷൻ ഡേറ്റും ഞാനാ ഫിക്സ് ചെയ്ത്. അതൊക്കെ പോട്ടെ, അതിന്റെ അപ്പുറത്തേക്ക് ഒരു കോമ്പറ്റീഷൻ സിറ്റുവേഷനിലേക്കല്ലേ പപ്പ എല്ലാരും എന്നെ കൊണ്ടുപോയി എത്തിച്ച്. അവിടെ എന്റെ പ്രസന്റേഷൻ മാത്രമായിരുന്നു എനിക്ക് വലുത്. വേണ്ട മോനെ, ഇനി അതൊന്നും പറയണ്ട. ഇനി അത് ചകഞ്ഞ് പുറത്തിടുന്നത് എന്തിനാ? അത് കഴിഞ്ഞില്ലേ? അത് നിങ്ങളുടെ ലാസ്റ്റ് പ്രോജക്റ്റ് ഒന്നുമല്ലല്ലോ. ഇനിയും എത്രയോ പ്രൊപ്പോസൽസ്, ഡിസൈൻസ്, അതിനെക്കുറിച്ച് ചിന്തിക്കേ. അവളുടെ കഴിവുകളൊക്കെ പുറത്തെടുക്കാനുള്ള അവസരം നീയായിട്ട് ഒരുക്കി കൊടുക്ക്. അതല്ലേ വേണ്ടത്. പക്ഷേ അതിനു മുൻപ് എന്റെ മോനൊന്ന് ആലോചിക്കണം. ആ കടപ്പുറത്ത് പോയി വിഷമിച്ചു നിന്ന പെൺകുട്ടിയോട് നീ ചെന്ന് സംസാരിച്ച കാര്യങ്ങൾ ശരിയാണോന്ന് ഒന്ന് ആലോചിക്ക. നിന്റെ ഓഫീസിൽ പറഞ്ഞ സമയത്ത് എത്താൻ കഴിയാതെ അലഞ്ഞു തിരിഞ്ഞ അവൾ ആ കടപ്പുറത്ത് ബലിതർപ്പണം നടക്കുന്നിടത്ത് എത്തണമെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ നിന്റെ ഓഫീസിലെ കാര്യങ്ങളോ ഡിസൈനോ ഒന്നും ഉണ്ടാവില്ല. എന്നിട്ടും നീ ആ കുട്ടിയുടെ മുഖത്ത് നോക്കി എന്തെല്ലാം പറഞ്ഞു, വിഷമിപ്പിച്ചു. ആ പറഞ്ഞതൊക്കെ ശരിയാണോ? നീ ഒന്ന് ആലോചിക്ക.